നമ്മുടെ ദൈവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്മയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. സംസാരം ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് പപ്പയുടെ അമ്മേനെയും കാണാൻ വേണ്ടി വീട്ടിൽ വന്നതാണ്. ഞങ്ങൾ നല്ലൊരു നെയ്യപ്പമാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഈ റെസിപ്പി ഞങ്ങളുടേതല്ല, ഞങ്ങളുടെ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചു തന്നതാണ്. അമ്മ നല്ലോണം പലഹാരങ്ങളും കറികളും ഒക്കെ ഉണ്ടാക്കും. അപ്പം ഇന്ന് നമുക്ക് അമ്മയുടെ കൂടെ നിന്ന് നല്ലൊരു നെയ്യപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അമ്മ എവിടെ ഇരിപ്പുണ്ട്, നമുക്ക് അമ്മേനെ വിളിക്കാം. അമ്മ ചെറുപ്പം മുതലേ ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു കറികളൊക്കെ വെക്കാൻ വേണ്ടി ഞങ്ങളെ പഠിപ്പിച്ചു തരുമായിരുന്നു. അമ്മയ്ക്കാണെങ്കിൽ അമ്മയുടെ അമ്മ നന്നായിട്ട് കറി പലഹാരങ്ങളൊക്കെ നന്നായിട്ട് വെക്കും. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം അമ്മയുടെ കറികളൊക്കെ. അപ്പം ഞങ്ങൾ ഇതിനു വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞങ്ങൾക്ക് സംശയമുള്ളതൊക്കെ അമ്മ പറഞ്ഞു തരൂ. ചോദിക്കൂ കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അമ്മ എവിടെ ഇരുന്നോ? ഞങ്ങളിനി പാചകത്തിലേക്ക് കിടക്കുകയാണ്. 500 അരിപ്പൊടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ 100 ഗ്രാം വറുത്ത അരിപ്പൊടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒരു 250 ഗ്രാം ശർക്കര നന്നായിട്ട് പാനിയാക്കി എടുത്തു വെച്ചത്. കൂടുതൽ തന്നെ ഒരു കുറച്ച് ചെറുജീരകം, അതുപോലെ തന്നെ ചെറുജീരകം അരച്ചതും. നല്ലൊരു ടേസ്റ്റിനും നല്ലൊരു ഫ്ലേവറും കിട്ടാൻ വേണ്ടി ഏലക്ക വറുത്ത് പൊടിച്ചത്. പിന്നെ ഉള്ളത് ഒരു പിടി തേങ്ങ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്ത് വെച്ചത്. പിന്നെ ടേസ്റ്റ് ക്രമീകരിക്കാൻ വേണ്ടി അല്പം ഉപ്പ്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്ക് ഈ അരിപ്പൊടി നല്ല ശർക്കര പാനിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 100 ഗ്രാം വറുത്ത അരിപ്പൊടി നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിന് വേണ്ട ശർക്കര പാനിയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. കൂടത്തിൽ തന്നെ തേങ്ങ അരച്ചതും ഏലക്കായും ജീരകവും ഒക്കെ ചേർത്ത് കൊടുക്കാം. ജീരകം അമ്മ ഈ അരച്ചത് മുഴുവൻ വേണം? 1 ടീസ്പൂൺ മതിയോ? മതിയില്ലേ? ഒരു ടീസ്പൂൺ. കൂടത്തിൽ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് ഏലക്ക പൊടിച്ചു, അതൊരു നുള്ളു മതി. ശർക്കര പാനിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരുപാട് നീണ്ടു പോകരുത്. കുറച്ചും കൂടി ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി ഒരല്പം ചെറുജീരകം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ജീരകം കടിക്കുന്ന നല്ലൊരു ടേസ്റ്റ് ആട്ടോ, നല്ലൊരു രുചി. അതിന് വേണ്ടിയാണ് ജീരകം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി നമുക്കൊരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം മിക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കറക്റ്റ് ആയെന്ന് അമ്മേനോട് നമുക്ക് ചോദിച്ചു നോക്കാം. അമ്മ വന്നേ, എൻ്റെ കൂട്ടൊക്കെ ഇന്ന് റെഡി ആയെന്ന് നോക്കിക്കേ. ടേസ്റ്റ് അതിൻ്റെ ആ മധുരവും സ്പൂണും കൂടെ നോക്കിയാൽ മതി. മധുരം ജീരകമൊക്കെ കൂടിയാന്ന്. ശരിയായിട്ടുണ്ട്. ആണോ? ഇത് മതി, ഈ പാകം മതിയോ? ഈ രീതിയിൽ ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അല്ലേ? 2 മണിക്കൂർ വെച്ചാൽ മതിയായിരിക്കില്ലേ അമ്മ? 2 മണിക്കൂർ വെച്ചാൽ മതി. ഇനി നമുക്കിതൊരു 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷമാണ് നമ്മളിത് എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ മിക്സ് ഇവിടെ 2 മണിക്കൂറായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പാകം പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഞങ്ങൾ അപ്പക്കാരം ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ 2 മണിക്കൂർ ഇരുന്നപ്പോഴേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അപ്പക്കാരം ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പം നന്നായിട്ട് നല്ല സോഫ്റ്റായി നെയ്യപ്പം കിട്ടും. നമുക്കിനി അത് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കത് ചുട്ടെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നല്ല പച്ചരി വാങ്ങണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നല്ല സോഫ്റ്റായി നെയ്യപ്പം കിട്ടും. ഇവിടെ ഒരെണ്ണം ഒഴിച്ച് കൊടുക്കും. അതെ, ഒന്ന് പൊങ്ങി കഴിയുമ്പോൾ ഒഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ കൂട്ടിമുട്ടിയാലോ? കൂട്ടിമുട്ടിയാൽ ഇതൊന്ന് മറിച്ചിടാം. മെല്ലെ നീക്കി ഇട്ട് കൊടുക്കാം. ഇവിടെ ഒഴിച്ചു. ശ്രദ്ധിച്ചു. ഇനി ഇവിടെ വരണം കേട്ടോ.
പൊങ്ങുന്ന മറിച്ചിട്ട് കൊടുക്കാം. അപ്പം കൂട്ടി മുട്ടുതരാം. ഇവിടെ ഒരെണ്ണം ഇട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല തീ ഉണ്ടാവണം. എന്നാലും നന്നായിട്ട് അത് പൊങ്ങി വരും. അത് കഴിഞ്ഞ് അല്പം കുറച്ചാലും കുഴപ്പമില്ല. പിന്നെ ഒന്ന് ഇട്ടിട്ട് നമ്മൾ പൊങ്ങി വന്നിട്ട് അടുത്ത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു 5-6 പെട്ടെന്ന് ചുട്ടെടുക്കാം. ഇവിടെ വരണം. അവിടെ നമ്മുടെ നെയ്യപ്പം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം. എണ്ണ നന്നായിട്ട് വലിഞ്ഞിട്ട് വേണം, അല്ലെങ്കിൽ എണ്ണ നെയ്യപ്പം കുടിക്കുക. അതുകൊണ്ട് നന്നായിട്ട് എണ്ണ വലിഞ്ഞിട്ട് വേണം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാൻ. അപ്പോൾ നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്മയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ല മയമൊക്കെ ഉണ്ടോന്ന്. ആണല്ലേ, നല്ല മയമൊക്കെ ഉണ്ടോ? മധുരമൊക്കെ എടുത്ത് കഴിച്ചു നോക്കി. ചെറുതായിട്ടൊന്ന് ചെറിയൊരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കാം. അല്ലേ, ചൂടുണ്ടോന്ന് നോക്കണം. അമ്മയ്ക്ക് പല്ലൊക്കെ കുറവാ. നന്നായിട്ടുണ്ട്. നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പക്കാരം ഈസ്റ്റ് ഒന്നും ചേർത്തിട്ട് നമ്മളെല്ലാവരും ബേക്കറി കടയിൽ നിന്നൊക്കെയാണ് സാധാരണ നെയ്യപ്പമൊക്കെ വാങ്ങാറ്. എന്നാൽ നമ്മൾ ഇതുപോലെ ഒന്ന് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഇനി ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. മറ്റൊരു വിഭവമായി വീണ്ടും കാണാം. ബൈ.